പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, വിദൂര ദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, പക്ഷെ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ,
വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും. ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുരിശിൻ്റെ അടയാളം നിങ്ങളെ ആശീർവദിക്കുന്നു. ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ, ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ വീടോ ലോണോ ഒന്നും ചെയ്യാൻ പറ്റാത്തവര്, ലോൺ ലഭിക്കാത്തവര്, വിദ്യാഭ്യാസ ലോൺ ലഭിക്കാത്തവര്, കടങ്ങൾ പരിഹരിക്കാനാവാത്ത പറ്റാത്ത ഇതെല്ലാം പോംവഴികള്, ജപ്തി നടപടി നേരിടുന്നവര്, കർത്താവെ അങ്ങ് വിചാരിച്ച് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയും. കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെസ്റ്റും ഇൻ്റർവ്യൂ എഴുതിയിട്ടുള്ളവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. റിസൾട്ട് വരുന്നുമില്ല, ഒരു കാര്യം ചെയ്യാനും പറ്റണില്ല, ജീവിതം സ്റ്റക്കായിപ്പോയവര്, കർത്താവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചകളിലെ അതിന് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ആശുപത്രിയിൽ കിടക്കുന്നവരെ, മരുന്നുകൾ കഴിച്ചിട്ട് മരുന്ന് മാറി മാറി കഴിച്ചിട്ടും രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകളിൽ നീണ്ടു പോകുന്ന നീറലുകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. 72 മണിക്കൂറിനുള്ളിൽ നീ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പരിശുദ്ധ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാരുമായ സ്ഥലത്തിലെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തിൽ ഞാൻ എപ്പോഴും വിഷയങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഈ സന്തോഷത്തിൻ്റെ കാര്യത്തിലും ഇത് ഓക്കെയാണ്. അതായത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ആസ്പദങ്ങൾ വേണം, പലപ്പോഴും അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള എന്തെങ്കിലും അടിത്തറ വേണം. അതായത് നമ്മുടെ സന്തോഷങ്ങൾ ജഡബദ്ധമാണ്, അതേസമയം തന്നെ ജഡമുക്തമായ ഒരു സന്തോഷമുണ്ട്. അതിന് നമ്മൾ സൂക്ഷ്മ സന്തോഷം എന്ന് പറയും. ആത്മീയ സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമാണ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പലപ്പോഴും സൂക്ഷ്മ സന്തോഷമല്ല, ജഡീയ സന്തോഷമാണ്. ആ ദൈവദാനമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ദൈവദാനമാകാൻ സന്തോഷം എന്ന് പറയണത്, ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം 4:7 എടുത്തേ. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പം ധാന്യം, വീഞ്ഞ്, ജോലി, വിവാഹം, മക്കള്, ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള ആ വിഷയങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാകും, അല്ലേ? ആനന്ദം ഉണ്ടാകും. പക്ഷെ അപ്പോഴ് ആ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതാണ് ആസ്പദങ്ങളെന്ന് പറയുന്നത്, അടിത്തറകൾ. ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് ഇങ്ങനെ ഒരു ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവവചനങ്ങളനുസരിച്ചും പരമാവധി ദൈവവചനം അനുസരിച്ചുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അഭൗമമായ ഒരു തേജസ് എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യർ ചില കാര്യങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയും ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള പരാക്രമങ്ങൾ കാണിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കാതൊന്നും തോന്നത്തില്ല.
അതുപോലെ കഥയില്ലെന്ന് പറയും, കഥയില്ലായ്മ തോന്നും. ജീവിതത്തിൻ്റെ കഥയില്ലായ്മകള്, ജീവിതത്തിനെ കുറിച്ച് കഥാപൂർണമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുറേ കഥയില്ലായ്മകളുണ്ട്. ശരിക്കും കഥയില്ലായ്മകൾ, ജീവിതത്തിൻ്റെ കഥയില്ലായ്മകളാണ്. ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഓർക്കുകയും ചില ആൾക്കാരുമായിട്ടൊക്കെ ഇപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ഷിപ്രകോപമുള്ള ആളാണ്, പെട്ടെന്ന് പോകും, ഞാനത് റെക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് എളുപ്പപ്പെട്ട് ക്ഷമ ചോദിക്കും, അതെല്ലാം റെക്ടിഫൈ ചെയ്യും. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു വിഷയം കണ്ടാൽ അതിൻ്റെ ഞാൻ എന്ത് സംഭവിച്ചതെന്നല്ല എൻ്റെ മനസ്സ് റീഡ് ചെയ്യണത്, എന്തുകൊണ്ട് സംഭവിച്ചതെന്നാണ് മനസ്സ് റീഡ് ചെയ്യണത്. അത് കാരണം അതിൻ്റെ റൂട്ട് കോസ് പലപ്പോഴും വളരെ മോശമായ രൂപികളിൽ നിന്നായിരിക്കും മറ്റുള്ളവർ അങ്ങനെ ചെയ്യണത്. അത് കാരണം ഞാൻ അവരെ പരസ്യമായിട്ട് ചിലപ്പോൾ ശാസിക്കും. പിന്നെ അവരും ഞാനുമായിട്ടൊക്കെ ചിലപ്പോൾ ബോൾത്താക്കം ഉണ്ടാവും, ചില വിഷയമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് വിഷമം തോന്നും, അത് വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്വത്തോടെ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ചെയ്യണത് ശരിയാണ്, എല്ലാവരുടെയും തോളൊക്കെ ആയിട്ട് മനുഷ്യരുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ച ജോലി വഴിക്ക് കടന്നു പോകും. അപ്പം അതുകൊണ്ട് ചില സമയത്തൊക്കെ നമ്മൾ ചൂടാണ്ട് വരും. പക്ഷേ അങ്ങനെയല്ല പ്രശ്നം, അവിടെ അല്ല പ്രശ്നം. അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ മനുഷ്യന്മാരൊക്കെ ഇട്ട് ഒരു അകൽച്ച വന്നാലും ഇത് ചിലവ് നമ്മുടെ ഹൃദയത്തെ ഒന്നും അത് ലോങ് ടേണിൽ ബാധിക്കത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആന്തരികമായ നമുക്കൊരു ദൈവം ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന പോലെ തോന്നും. അപ്പം ചില വിഷയങ്ങൾ പോലും നമ്മൾക്ക് ആഘാതം ആണെന്ന് കണ്ടാൽ ദൈവം ആ വിഷയത്തിൽ നിന്നും ആ ദിവസത്തിന് നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്ത് ദൈവം മാറ്റിക്കളയും. നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വിസ്ഫോടനാത്മകമായ സാഹചര്യമാകുമായിരുന്നു. ദൈവം ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെ മാറ്റിക്കളയും. പിന്നെ എൻ്റെ ആത്മാവ് എപ്പോഴും എന്നോട് പറയുവേ, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പറയും, സി ജോസഫ്, ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിനക്കിപ്പോൾ ഉണ്ടാകുന്ന ഇത്രയും ഭാരം അന്ന് നിനക്ക് തോന്നുവാന്ന് പരിശുദ്ധാത്മാവ് തോന്നുന്നു എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ ഈ ഭാരം അത്രയും തോന്നത്തില്ല, ഞാൻ കുറച്ച് മറന്നു പോകുമായിരിക്കും. അപ്പോൾ പിന്നെ ചോദിക്കും, ഒരു 100 ദിവസം കഴിഞ്ഞാൽ 100 ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓർക്കത്ത് കൂടിയില്ല, അങ്ങനെ സംഭവം. അപ്പം പിന്നെ ഇപ്പം അങ്ങനെ ആകാൻ പാടില്ലെന്ന് ചോദിക്കും. അതാണ് അത് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈശോ എന്താ പറഞ്ഞറിയാമോ, അവനെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ വരദാനങ്ങളൊന്ന് പഠിപ്പിക്കലാണ്. അത് വചനം മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചും. നമുക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളൊരു വീട്ടുകാരുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ, 30 കൊല്ലം കഴിയുമ്പോൾ ഈ വഴക്ക് അതേപടി നിലനിൽക്കുമോ നിങ്ങൾ ചോദിക്കണം. 30 കൊല്ലം കഴിയുമ്പോൾ നീ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ആ വഴക്കടിക്കുന്ന ആ വ്യക്തി ഉണ്ടാകത്തില്ല. അപ്പോൾ പല വിഷയങ്ങളും പലപ്പോഴും ഇങ്ങനെ ആപേക്ഷികമാണ്, ശാശ്വതമല്ല. അപ്പം ശാശ്വതമല്ലാത്തതും നാളെ അതാ ഈശോ പറഞ്ഞത്, ഇന്ന് കാണുന്നതും നാളെ തീരെറിയപ്പെടുന്നതുമായ പുല്ലിനെ പോലും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതിൻ്റെ അതിൻ്റെ ക്ഷണികതയേക്കാൾ എന്നെ ബാധിച്ചതൊന്നുമല്ല. ലൂക്കാ 12:28. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ
വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. അപ്പൊ അതിൽ എന്നെ സ്വാധീനിച്ച വാക്യം എന്താണെന്നറിയാം, ഇന്നുള്ളതും പല സംഭവം നാളെ ഇല്ലാത്തതാണ്. അതാണ് എൻ്റെ സത്യം. ഇന്ന് നിങ്ങൾക്ക് വഴക്കുണ്ട്, വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകമുണ്ട്, വാശിയുണ്ട്, മത്സരമുണ്ട്. ഇപ്പം ഈ വിഷയങ്ങൾ എന്താണ്? നാളെ ഇല്ല. അതാ വിഷയം. ഇന്നില്ലാത്തത് ഇന്നുള്ളതും നാളെ ഇല്ലാത്തതിൻ്റെ ഈശോ അതിനിട്ട പേരെന്താണ്? പുല്ല്. പിടികിട്ടിയാ? ഇന്നുള്ളതിന് നാളെ ഇല്ലാത്തതുമായിട്ട് എല്ലാത്തിനും ഈശോ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? പുല്ല്. അതായത് നിസ്സാരമായ കാര്യത്തിൽ പുല്ലെന്ന് പറയും. അതുപോലുള്ള, അതായത് നമ്മുടെ പല വിഷയങ്ങളും കാലാന്തരത്തിൽ പുല്ലായി മാറും. അതുകൊണ്ട് നാളെ ആഘാതങ്ങൾ ഇല്ലെങ്കിൽ അത് ഇന്ന് ആഘാതം കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഈശോയുടെ ഒരു നിലപാട്. എൻ്റെ പേര് സിസ്റ്റർ മീരാട്ടോ. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ CMC സന്യാസിനി സമൂഹത്തിലൊരു അംഗമാണ്. ലിസി ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് 2012 മുതൽ നടുവേദന ഉണ്ടായിരുന്നു. അത് LS ട്രെയിൻ ആയിരുന്നു. അത്യാവശ്യം ഭാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2023 ഏപ്രിൽ മാസം ഓശാന ഞായറാഴ്ച ഈ വേദന കുറച്ച് കൂടുതലായി. കാല് അനക്കാൻ പോലും പറ്റാതെയായി. നടക്കാൻ ബുദ്ധിമുട്ട്, കിടന്നിടത്തുനിന്ന് എഴുന്നേക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോയി. പെസഹ ബുധനാഴ്ച ആയപ്പോഴേക്കും കാല് അനങ്ങുന്നില്ല. കാല് ഞാൻ നീക്കി കഴിഞ്ഞാൽ നടു പൊട്ടുന്ന വേദനയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ OP അവധിയായതുകൊണ്ട് ഡോക്ടറെ കാണാമെന്ന് ഓർത്ത് ചെന്നപ്പോൾ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു നീർക്കെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഏകദേശം ഒരു 10 വർഷമായിട്ട് നീർക്കെട്ടുണ്ട്. ഇത് നീർക്കെട്ടിൻ്റെ വേദനയല്ല, ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കസേരയിൽ ഇരുന്നത്. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടു പൊട്ടും, അത്രയും വേദനയാണെന്ന് പറഞ്ഞു. അപ്പം ഒരു 5 ദിവസം മെഡിസിൻ കഴിച്ചിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എനിക്കത് ഒട്ടും, അതെനിക്ക് ശ്വാസം എടുക്കുമ്പോൾ പോലും പെയിനായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി ഹോസ്റ്റലിലെത്തി. മെഡിസിൻ കഴിച്ചു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുട്ടുകാലം നിവർന്നു കഴിഞ്ഞാൽ എൻ്റെ നടു പൊട്ടും, അത്രയും പെയിനായിരുന്നു. പക്ഷേ പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ചാപ്പലിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഓർത്ത് കാഷ്വാലിറ്റി കയറി ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ചാപ്പലിൽ അത്രയും സമയം ഇരിക്കാമല്ലോ എന്നോർത്ത് കാഷ്വാലിറ്റി കയറി. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് എനിക്ക് വേദന കുറവ് തോന്നി. കാരണം നമ്മൾ കിടക്കാണ്, അതുകൊണ്ട് വേദന കുറവ് തോന്നി. പക്ഷേ ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി വേദന കൂടുതലായി. അങ്ങനെ തന്നെ അവർ അവിടെ തന്നെ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സിനെ വേഗം വിളിച്ചു. ഞാൻ ഓർത്തത് പെസഹ വ്യാഴാഴ്ച ആയാലും ഡോക്ടേഴ്സൊന്നും അവിടെ ഉണ്ടാകില്ലെന്നാണ്. പക്ഷേ ന്യൂറോ സർജൻസ് പെട്ടെന്ന് അവിടേക്ക് എത്തി. MRI എടുത്തപ്പം ഡിസ്കിൻ്റെ കവർ കീറിയേക്കാണ്. അന്വലർ ടിയർ എന്ന് പറയും. ഡിസ്കിൻ്റെ കവർ കീറിയേക്കാണ്. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നി. കാരണം പെസഹ വ്യാഴാഴ്ചയായിട്ട് ഞാൻ കുർബാന കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയമാണ്. പക്ഷേ ഞാൻ ഈശോയെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഒരുപാട് വേദനിച്ചാണ് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അപ്പോൾ വേദനകളുടെ ഇഞ്ചക്ഷൻ ഒരുപാട് കയറ്റുന്നുണ്ടെങ്കിലും ഒരു തരി പോലും വേദന കുറയുന്നില്ല. ഒരു ദുഃഖ ശനിയാഴ്ച വെളുപ്പിന് 2 മണിയായപ്പോൾ ഒരു ഇഞ്ചക്ഷൻ തന്നപ്പോഴാണ് ഒരു മെഡിസിൻ എൻ്റെ ശരീരത്തിൽ കയറി എന്നുള്ളൊരു ഇഫക്റ്റെങ്കിലും എനിക്ക് ഉണ്ടായത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് 1.5 മാസം കോൺവെൻറ്റിൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും സിസ്റ്റേഴ്സ് വളരെ നന്നായിട്ട് ചെയ്തു തന്നു. ഈ സമയത്ത് 24 മണിക്കൂറും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം എനിക്ക് ഫോൺ പോലും കയ്യിലെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോൺ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ടോക്ക് കേൾക്കാമെന്നോർത്ത് ഞാൻ ഇയർഫോൺ വെച്ച് കേട്ടുകൊണ്ടിരുന്നു. എങ്ങനെയെന്ന് എനിക്കറിയില്ല, കൃപാസനത്തിലെ ടോക്കുകളാണ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് എന്തായാലും ടോക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ ലളിതമായിട്ട് പറയുന്നു. പിന്നെ കഥകളോ കാര്യങ്ങളോ അങ്ങനെ കാട് കയറി പോകാത്തൊരു ടോക്ക്. അങ്ങനെ എനിക്ക് ടോക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ ടോക്ക് തന്നെ കേട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ വ്രതം ചെയ്തിട്ട് 16 വർഷമായ ദിവസമായിരുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ കൊണ്ടുവന്നൊരു സമ്മാനം തന്നതിനകത്ത് കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നമ്മളിങ്ങനെ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്തിരിക്കുമ്പോഴാണ് ഈ സിസ്റ്റർ കാശുരൂപം കൊണ്ട് തരണേ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഞാൻ എൻ്റെ വെന്തിങ്ങയിലിട്ടു. അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് 3-ാം മാസം സെപ്റ്റംബർ 6-ാം തീയതി ആയപ്പോഴേക്കും ഇതുപോലെ തന്നെ വേദന സഹിക്കാൻ പറ്റുന്നില്ല,
നടുവേദന ഒത്തിരി കൂടുതലായി. ഡോക്ടറെ കണ്ടപ്പോൾ ഇനി ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടൊന്നും കാര്യമില്ല, നമുക്ക് തിയേറ്ററിൽ കയറ്റാം, തിയേറ്ററിൽ കയറ്റിയിട്ട് നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കാം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ഓക്കെ പറഞ്ഞു. കാരണം എന്നോട് ആ സമയത്ത് നട്ടെല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കും, കാരണം അത്രയും എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്ത് ഇഞ്ചെക്ഷൻ അല്ലേ, എനിക്കൊരു കുഴപ്പമില്ലാന്ന്. അപ്പോൾ 8 ഇഞ്ചെക്ഷനാണ്, 8 സ്പോട്ടിലാണ് ഇഞ്ചെക്ഷൻ എടുത്തത്. അപ്പോൾ അരമണിക്കൂറത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അത് കഴിയുമ്പോൾ ഡ്യൂട്ടി ചെയ്യാമെന്ന്. പക്ഷേ ഒരാഴ്ച നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വീണ്ടും കോൺവെൻറ്റിലേക്ക് ഞാൻ ചെന്നു. സാധാരണ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദന കുറയും, സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്താൽ പെട്ടെന്ന് വേദന കുറയും. പക്ഷേ എനിക്ക് ഈ വേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ പ്രൊവിൻഷ്യലും കൗൺസിലേഴ്സും എന്നെ കാണാൻ വന്നു. കാണാൻ വന്നപ്പോൾ ഞാൻ കിടക്കുക, നമുക്ക് ചെരിഞ്ഞ് പോലും ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ പ്രൊവിൻഷ്യാളമ്മ പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിയുമ്പോൾ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞു. ഈ വേദന കൊണ്ട് എൻ്റെ മനസ്സ് വളരെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞാൽ ഇനി പ്രൊഫഷണൽ ലൈഫ് ഉണ്ടോ എന്ന് അറിയിക്കാം, നമുക്കിനി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോകണോ എന്നറിയിക്കാം എന്നാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സങ്ങ് ഡൗൺ ആയി. പക്ഷെ ആരോടും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ മാത്രം ഒരു കണ്ണീര് പൊടിഞ്ഞു, ആരോടും പറഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പേരിൽ ആരോടും സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടും വേദന കുറയുന്നില്ല. 3-ാം ദിവസം വേറൊരു സിസ്റ്റർ പറഞ്ഞു എനിക്ക് ഇതുപോലെ തന്നെ ഒരു സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ അരമണിക്കൂറിനുള്ളിൽ റൂമിലെത്തിയപ്പോഴേക്കും എൻ്റെ വേദന മാറി എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മനസ്സ് ഡൗൺ ആയി. കാരണം അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വേദന മാറാത്തത് എന്നോർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ ആ ദിവസങ്ങളിലും കൃപാസനം മാതാവിൻ്റെ ടോക്ക് തന്നെയാണ്. ഞാൻ യൂട്യൂബ് ഓണാക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് അതാണ്, ഞാനത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഉടമ്പടി തൈലം വെച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒത്തിരി വേദന നമുക്ക് ചെരിഞ്ഞ് കിടക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ സിസ്റ്ററെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചു, പോയി. പിറ്റേ ദിവസം ഒരു കൃപാസന പത്രം കൊണ്ട് തന്നിട്ട് എന്നോട് ചോദിച്ചു ഇതൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, പക്ഷെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റില്ല, പത്രം എടുത്ത് വായിക്കാൻ കൈ എനിക്ക് അനക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു ഞാനിതെൻ്റെ സൈഡിൽ വെച്ചോട്ടെ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അതിനെന്താ വെച്ചോ. അപ്പോൾ ഞാൻ ഈ പത്രം സൈഡിൽ വെച്ചു. സെപ്റ്റംബർ 6-നാണ് എൻ്റെ ഇഞ്ചെക്ഷൻ. സെപ്റ്റംബർ 9-ാം തീയതി ഞാൻ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പം വൈകുന്നേരം ഒരു 7:15 സിസ്റ്റേഴ്സ് എല്ലാം ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അച്ഛൻ ടോക്കിൽ ഇങ്ങനെ പറയുവാണ്, സ്റ്റൂളയിലിരിക്കുകയാണ്, ഇടത് മുട്ടുകാലിലേക്കാണ് വേദന, പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്തു കൊടുക്കണം, ഒരു 37 വയസ്സൊക്കെ ഉള്ളൂ, ഒരു വ്യക്തി, ഒരു സ്ത്രീ, ഒരു സഹോദരി, നടുവേദന ഉള്ള എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഇത്രയാണ് പറഞ്ഞത്. ഞാൻ ഉറക്കെ അങ്ങ് കരഞ്ഞു. കാരണം ആരും അവിടെ പരിസരത്തില്ലല്ലോ, ഒന്ന് തുറന്ന് കരയാൻ പറ്റിയൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കെ അങ്ങ് കരഞ്ഞു. ഉടനെ ഞാൻ യൂട്യൂബിൻ്റെ താഴെ മെസ്സേജ് ഇട്ടു, അത് ഞാനാണ്, അച്ഛൻ ഇപ്പം പറഞ്ഞ വ്യക്തി ഞാനാണ് എന്ന് മെസ്സേജ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ഇതൊന്നും ഇല്ല. ഇങ്ങനെ ധ്യാനം കൂടാ, ടോക്ക് കേൾക്കുക, അതിന് ഉടനെ പ്രതികരിക്കുക, അങ്ങനത്തെ ഒന്നും എൻ്റെ ഒരു നേച്ചറിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ചു അത് ഞാനാണെന്ന്. അപ്പോൾ എനിക്ക് വേദന ഉണ്ടോയെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കി. ഞാൻ എഴുന്നേറ്റു, കട്ടിലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നത് 1 മിനിറ്റ് കൊണ്ടാണ്, കാരണം നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ നിന്ന് കഴിക്കണം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കും. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ വിചാരം എനിക്ക് മെഡിസിനൊക്കെ എടുക്കണോണ്ട് എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് അവരോർത്തു. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം ചെയറിൽ പോയിരുന്നു, എഴുന്നേറ്റ് നോക്കി, എനിക്ക് ഇരിക്കാം, എഴുന്നേക്കാം. ഞാൻ ടോയ്ലറ്റിൽ പോയിരുന്നു, കാരണം എൻ്റെ ഏറ്റവും വലിയ സഹനം അതായിരുന്നു, നമുക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഫോൺ കയ്യിലെടുത്തു, കാരണം എനിക്ക് ഭയങ്കര ഭാരമായിട്ട് അനുഭവപ്പെട്ടൊരു സാധനം നമ്മുടെ ഫോണാണ്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഫോൺ കയ്യിലെടുക്കാം. ഞാൻ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് നടത്തി. അത് കഴിഞ്ഞ് എനിക്കിത് അത്ഭുതം തന്നെയാണോ അങ്ങനെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ വേഗം അനങ്ങാതെ വന്ന കട്ടിലിൽ കിടന്നു. അത് കഴിഞ്ഞൊരു 8 മണിക്ക് ഫുഡ് കഴിഞ്ഞ സമയത്ത് മദറും സെക്കൻഡ് കൗൺസിലറും കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് മുഖമൊക്കെ ആകെ മാറിയിരിക്കുകയാണല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. കാരണം ഞാൻ ചിന്തിച്ചത് ആരോടും പറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദൈവിക രഹസ്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യവും സുഗന്ധമൊക്കെ നഷ്ടപ്പെടാണ്ട് കുറച്ച് നേരമെങ്കിലും നമ്മുടെ കയ്യിലിരിക്കണമല്ലോ. അപ്പോൾ ആരോടും ഞാനിത് പെട്ടെന്നൊന്നും പറയില്ല എന്ന് കരുതിയാണ് ഞാനിരുന്നത്. പക്ഷെ മദർ പറഞ്ഞു ഇല്ല, മുഖത്തിന് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മദറെ ഞാനിങ്ങനെ ഒരു ടോക്ക് കേട്ടു, എനിക്ക് എന്നെക്കുറിച്ച് പറയുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ മദർ ചോദിച്ചു നീ വിശ്വസിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉറക്കെ കരഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരുടെയും കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. 2 സിസ്റ്റേഴ്സും ഇറങ്ങിപ്പോയി. അപ്പോൾ ആ ദിവസങ്ങളിൽ എന്നെ കുളിപ്പിച്ച് തരണം, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണം. അപ്പോൾ എന്നെ കുളിപ്പിക്കാൻ വന്ന എൻ്റെ അമ്മയുടെ അനുജത്തിയാണ്, എൻ്റെ ചേച്ചിയാണ് ആദ്യത്തെ ദിവസം കുളിപ്പിച്ചത്.
ഇവരെല്ലാം ഉടമ്പടി എടുത്തവരാ. ചേച്ചി ഉടമ്പടി എടുത്തു എന്ന് എനിക്കറിയായിരുന്നു. 2019 ചേച്ചി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ആൻറ്റിമാരൊന്നും ഉടമ്പടി എടുത്ത കാര്യമൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ എല്ലാ അനിയത്തിമാരും ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ കാണാൻ വന്നവരെല്ലാം കൃപാസനമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ നിത്യമായി വ്രതം ചെയ്തവരാ, പിന്നെ എങ്ങനെ 3 മാസത്തേക്ക് ഉടമ്പടി എടുക്കുന്നത്? ഓൾറെഡി ഞങ്ങൾ ഉടമ്പടി വ്രതവും ഏകദേശം ഒന്ന് തന്നെ, അപ്പം നമുക്കങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രൊൻഷാളമ്മ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചോദിച്ചു നോക്ക് എന്ന് മാത്രമേ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. സെപ്റ്റംബർ 16-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. 17-ാം തീയതി ഞാൻ ഹോസ്റ്റലിൽ വന്നു. 18-ാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് കയറി. എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എനിക്ക് എവിടെ വേദന ഉണ്ടായിരുന്നതെന്ന് എനിക്കിന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വേദന മാറ്റിയത് എൻ്റെ രോഗം മാറ്റാനല്ല, എന്നെ മാറ്റാനാണ്, എൻ്റെ അവസ്ഥ മാറ്റാനാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ 2012 ഞാൻ നിത്യവ്രതം ചെയ്തത്. നിത്യവ്രതം കഴിഞ്ഞ് ഞാൻ കോൺവെൻറ്റിൽ എത്തിയപ്പോൾ തുടങ്ങി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര ഇരുട്ട് പോലെ എനിക്ക് അനുഭവപ്പെട്ടെ. എനിക്കങ്ങനെ ദൈവം ഉണ്ടെന്നോ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഭയങ്കര ബ്ലാങ്കായിട്ട് 2015 എത്തിയപ്പോഴേക്കും ഒരു ഇരുണ്ട ഗുഹയിലൂടെ കടന്നു പോണ ഒരു അനുഭവമാണ് എനിക്ക്. വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം വീട്ടിൽ കുഞ്ഞിലെ തുടങ്ങി ചൊല്ലണതാ, അത് ഞാൻ മുടക്കിയിട്ടില്ല. അപ്പോൾ എണ്ണി പറയാവുന്ന പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് വിശ്വസ്തമായിട്ട് ചൊല്ലിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊന്നും എനിക്ക് ആഴപ്പെടാനോ വളരാനോ പറ്റാത്ത വലിയ ദീർഘമായൊരു കാലയളവിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വലായിട്ട് ഗൈഡ് ചെയ്യുന്ന സിസ്റ്റർ ഉണ്ട്, എൻ്റെ പ്രൊവിൻസിലെ തന്നെ സിസ്റ്റർ ഗ്ലാഡിസ. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഷെയർ ചെയ്യും, സിസ്റ്റർ എനിക്ക് പറ്റുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയും നീ ശരിയായ വഴിയിലൂടെയാണ്, നിനക്കത് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ, ഒരു സമയം വരും, ദൈവത്തിൻ്റെ സമയം വരും, അന്ന് ഈ അവസ്ഥ മാറും എന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം സിസ്റ്ററിന് എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല. അങ്ങനെയായിരുന്നു. ഞാൻ ഇവിടെ എന്നെ കൊണ്ടുവരുന്നത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡെങ്കിപ്പനി വന്നു. ഇച്ചിരി കൂടുതലായിരുന്നു, പ്ലേറ്റ്ലെറ്റൊക്കെ താഴ്ന്നു, പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ടി വന്നു. വീണ്ടും റെസ്റ്റിന് കോൺവെൻറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എന്നെ ആരെങ്കിലും ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരുടെ വിചാരം എനിക്കിപ്പോഴും യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം എന്നെ കാറിൽ കിടത്തിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. അപ്പോൾ ഇവർ വീണ്ടും കാറ് വിളിച്ച് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഞാനിവിടെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചുപോയി. അത് ഒക്ടോബർ അവസാനത്തെ ആഴ്ച ഞായറാഴ്ചയാണ് ഞാൻ വന്നത്. നവംബർ 2-ാം തീയതി ഹോസ്പിറ്റലിന് ഹോളിഡേ ആണ്, സകല മരിച്ചവരുടെയും പ്രാർത്ഥനാ ദിവസം ആയതുകൊണ്ട് അവധിയാണ്. ഞാൻ ആരോടും പറയാതെ അവിടെ നിന്ന് ബസ്സിൽ കയറി. ഹോസ്റ്റലിൽ നിന്നാണ്, കോൺവെൻറ്റിൽ നിന്നല്ല, ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറി. ആദ്യമായിട്ട് ഞാൻ ബസ്സിൽ കയറിയത് കൃപാസനത്തിലേക്കാണ്. ആദ്യമായി ഞാൻ മുട്ടുകുത്തിയത് കൃപാസനത്തിലെ ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ടാണ്. ആദ്യമായിട്ട് ഞാൻ സ്റ്റെപ്പ് കയറിയത് ഇവിടെയാണ്. ആദ്യമായിട്ട് ഞാൻ വെയിറ്റ് എടുത്തത് ഇവിടെയാണ്. കാരണം ഞാൻ ഉടമ്പടി എടുക്കാനല്ല ഞാൻ വന്നത്, ഞാനൊന്ന് കാണാനാണ് വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഈ കാണുന്ന തിരക്കൊന്നും നവംബർ 2-ാം തീയതി ഇല്ല. തിരക്കുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കില്ലായിരുന്നു. ഞാൻ നടന്ന് വരുമ്പോൾ ക്യൂവിലാകെ 2 പേരാ. അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഉടമ്പടി എടുക്കാനല്ലേ വന്ന്, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു തന്നു. ഞാൻ അറിയാതെ തന്നെ ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഉടമ്പടി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് കസേര കണ്ട വഴി എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം എനിക്ക് പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കാൻ പറ്റില്ല, നല്ല പെയിനായിരിക്കും. ഇരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനോർത്ത് ദൈവമേ വേദന മാറിയിട്ടും വീണ്ടും വേദന എടുക്കുകയാണല്ലോ, ഇത് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് വേദന എടുക്കുക. അപ്പോൾ ഞാനോർത്തു എനിക്ക് മാതാവിനെ പിടിക്കാനോ മുത്തുകൊട പിടിക്കാനോ ഒന്നും എനിക്ക് മാതാവ് അടയാളം തരണ്ട, എനിക്കൊരു കുഞ്ഞ് അടയാളം തന്നാൽ മതി. ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ വേദന ഒന്ന് മാറിയതായിട്ട് ഒരു ഇച്ചിരി നേരത്തേക്ക് മാറിയതായിട്ടൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ടോക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനൊരു പ്രയർ, പ്രത്യക്ഷീകരണ പ്രയർ ആദ്യമായിട്ട് എഴുതിയ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വേദന കംപ്ലീറ്റ് ആ ടൈമിൽ മാറി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് ഫ്രണ്ടിൽ വന്ന് മുത്തുകൂട പിടിക്കാനാണ് എനിക്ക് കിട്ടിയത്. നവംബർ 2 ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്നേക്കാൾ ഒത്തിരി ഹൈറ്റുള്ളൊരു പെൺകുട്ടിക്കാണ് മാതാവിനെ പിടിക്കാൻ കിട്ടിയത്. അപ്പോൾ അവളുടെ മുകളിലേക്ക് വേണം ഞാൻ മുത്തുകൂട പിടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ ആ മുത്തുകൂട പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു വെയിറ്റ് ഭാരം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും എല്ലാം ചെയ്തിട്ടാണ് മാതാവ് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടത്.
പിന്നെ ആത്മീയ ജീവിതത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഇരുണ്ട ഒരു രാത്രി കൂടെ ഞാൻ കടന്നു പോവായിരുന്നു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഒരു റോക്കറ്റ് എങ്ങനെ മുകളിലേക്ക് കുതിക്കുന്നോ അതുപോലെ സ്പിരിച്വൽ ലൈഫിൽ പെട്ടെന്നൊരു പ്രകാശം വരെയും എത്ര സമയം പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ 24 മണിക്കൂറും ഞാൻ ഉടമ്പടിയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന വിധത്തിൽ ആത്മീയ ജീവിതത്തിൽ വളരാണ് ചെയ്തത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചതിൽ എനിക്ക് നിയോഗം വെക്കാനൊന്നുമില്ല. കാരണം ഞാൻ എന്തെങ്കിലും കാര്യം സാധിക്കാനല്ല ഞാൻ ഉടമ്പടി ചെയ്തത്, എനിക്ക് മാതാവിനോടുള്ള നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകള് B2 എക്സാം പാസ്സാകാതെ ഒരെണ്ണം പാസ്സാകാതെ നിൽക്കായിരുന്നു. അപ്പോൾ അവളുടെ ഒരു സങ്കടം കണ്ടപ്പോൾ ഞാൻ അതൊരു അവസാനം ഒരു നിയോഗമായിട്ട് വെച്ചു. ആ വെച്ചതിനകത്ത് അവൾ എഴുതിയ 2 എക്സാമിലും ഒരേ പേപ്പർ തന്നെ 2 എണ്ണത്തിലും 2 സ്ഥലത്ത് എഴുതിയതിലും അവൾ പാസ്സായി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പ്രത്യാശയായി. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം കേട്ടു തുടങ്ങി, എൻ്റെ ഇരുണ്ട കാലം മാറി തുടങ്ങി, പ്രകാശം വന്നു തുടങ്ങി എന്നുള്ളൊരു സന്തോഷം എൻ്റെ ഉള്ളിൽ വന്നു. ഇതുപോലെ തീർത്ഥാടന ഉടമ്പടി വെച്ചപ്പം ഞാൻ നിയോഗം വെച്ചു, ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി ധ്യാനം കൂടും. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ട് ഞാൻ കൊന്ത കെട്ടും, നമ്മുടെ മാതാവിൻ്റെ കാശുരൂപം ഇട്ട് കൊന്ത കെട്ടി രോഗികൾക്ക് കൊടുക്കും. അപ്പോൾ ഈ ഉടമ്പടി ധ്യാനത്തിലകത്ത് അച്ഛൻ പറയുമല്ലോ, നമ്മളൊരു നിയോഗം വെച്ചാൽ അത് ആയോ എന്ന് എപ്പോഴും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കരുതെന്ന്. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് അന്വേഷിക്കാൻ പോയിട്ടില്ലായിരുന്നു ഇത്രയും ദിവസവും. എന്തായി ഞാൻ പ്രാർത്ഥിച്ച കാര്യം, ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിയോഗം വെച്ചിട്ടുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു സിസ്റ്ററിൻ്റെ സ്റ്റാറ്റസ് കാണുമ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വെച്ചിരുന്ന ഒരു നിയോഗത്തിനോട് സാമ്യമുള്ള ഒരു സ്റ്റാറ്റസ് സിസ്റ്റർ ഇട്ടിരിക്കുന്നത് കാണാം. ഉടനെ ഞാൻ വിളിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരു കുട്ടി ഡിവോഴ്സായിട്ട് നിൽക്കായിരുന്നു. ആ കുട്ടിയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല, നല്ലൊരു കുട്ടിയാണ്. അവളുടെ വിവാഹം നടക്കണം. ആ വിവാഹത്തിന് അവൾ വെച്ചൊരു ഡിമാൻഡുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വിവാഹം കഴിഞ്ഞവനായിരിക്കണം, അവർക്ക് കുട്ടികളുണ്ടായിരിക്കണം. അതാണ് ഈ കുട്ടി വെച്ച നിയോഗം. പിന്നെ പുറത്തേക്ക് പോകണം, വിദേശത്തേക്ക് പോകണം. അപ്പോൾ വീട്ടുകാർക്ക് ആർക്കും സമ്മതമല്ല മക്കളുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, ഇതൊരു ദൈവവിളിയാണ്, നമ്മളൊക്കെ സിസ്റ്റർ ആകാൻ പോകുന്നത് പോലെ ഒരു ദൈവവിളിയാണ്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളുടെ അമ്മയാകാനാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കണേ. അപ്പോൾ അന്ന് മുതൽ ഈ സിസ്റ്റർ പോലും അറിയാതെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത് സ്റ്റാറ്റസ് കണ്ട് വിളിച്ച് ചോദിക്കുമ്പം കല്യാണം ഉറപ്പിച്ചു. 2 കുട്ടികളുള്ള ആളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലാണ് അവർ വിവാഹം, അവിടെ വെച്ചായിരിക്കും നടക്കുക. അവിടേക്ക് ഈ പെൺകുട്ടി പോകും. അപ്പോൾ 2 കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ മാതാവ് സാധിച്ചു കൊടുത്തതായിട്ട് കണ്ടു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാനിത് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് തുള്ളിച്ചാടാനാണ് തോന്നിയത്. കാരണം അത്രമാത്രം ഒരു വട്ടം പോലും ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പക്ഷെ മാതാവ് അത് ഓരോ സമയത്തും അന്വേഷിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഈ 2 മാസം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രയും നടന്നതെന്ന് പറഞ്ഞു. നവംബർ 2-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തത്, നവംബർ ഡിസംബർ ഈ 2 മാസത്തിനുള്ളിൽ മാതാവ് എല്ലാം വളരെ സ്പീഡിൽ നടത്തി തന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത്രയേറെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ രോഗം വന്ന് ഞാൻ ബെഡ് റെസ്റ്റായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ, അതായത് മാതാവ് സുഖപ്പെടുത്തി എന്നിട്ടും ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എനിക്ക് ജോസഫ് അച്ഛനെയൊന്നും അങ്ങനെ പരിചയമില്ല. ഈ ഫോണാണെങ്കിൽ സൈഡിലിരുന്നത് ഞാൻ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ ദിവസങ്ങളിൽ ഞാൻ സ്വപ്നം കണ്ടത് ജോസഫ് അച്ഛൻ തന്നെ, എനിക്ക് ആ ഫേസ് ഒന്നും അന്ന് പരിചയമില്ലാത്ത സമയത്ത് അച്ഛൻ തന്നെ എൻ്റെ കയ്യിൽ, ഞാൻ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചേക്കാം, എൻ്റെ കയ്യിലേക്ക് മാതാവിൻ്റെ ഒരു ഹാഫ് സ്റ്റാച്ചു വെച്ച് തരുന്നത് ഞാൻ കണ്ടു, കുഞ്ഞ് സ്റ്റാച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനത് വാങ്ങി. ഞാനത് നോക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ വലിയൊരു സ്റ്റാച്ചു ഇരിക്കുക. അപ്പം എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ട എനിക്ക് തന്നത് കുഞ്ഞിതാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ കൈ തുറന്നത് എത്രമാത്രമാണോ അതനുസരിച്ചാണ് നിൻ്റെ കയ്യിലേക്ക് മാതാവിനെ തന്നേക്കണേ. അപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം ഞാൻ തുറന്നേക്കണത് കുറവാണ്. അപ്പം ഞാൻ മുഴുവൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും തുറന്ന് മാതാവിനെ സ്വീകരിക്കണം എന്നുള്ള ലെവലിലേക്ക് എൻ്റെ മനസ്സ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 24 മണിക്കൂറും ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. പിന്നെ ഞാൻ ഈ കൊന്ത കെട്ടുമെന്ന് പറഞ്ഞല്ലോ, ഉടമ്പടി ധ്യാനം കൂടി എൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ കൊന്ത കെട്ടും. ഈ കൊന്ത കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊന്ത കിട്ടിയവർക്കെല്ലാം മാതാവിൻ്റെ കാശുരൂപമുണ്ട്, ഉടമ്പടി ധ്യാനം കൂടിയിട്ടാണ് കൊന്ത കെട്ടുന്നത്. അവരെല്ലാം ഒരുപാട് അത്ഭുതങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. അവരിവിടെ വന്ന് സാക്ഷ്യം പറയും. അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞേക്കണത്. അപ്പോൾ അവരിലൂടെ നിങ്ങൾക്ക് അവരുടെ സാക്ഷ്യം കേൾക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ കൃപാസനം പത്രം, നമ്മുടെ പോക്കറ്റ് മണി, ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ പോക്കറ്റ് മണിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഒരു മാസം 200 രൂപയാണ് ഞങ്ങൾക്ക് പോക്കറ്റ് മണി. അതുകൊണ്ട് അത് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നതും പത്രം വാങ്ങുന്നതും. ഈ 2 മാസത്തിൻ്റെ ഉള്ളിൽ
9 കെട്ട് പത്രമാണ് ഞാൻ കൊടുത്തത്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ സ്വഭാവത്തിൽ ഇതില്ല. എനിക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെ എന്നെക്കുറിച്ച് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആകെ ഒരാൾ ഈ 9 കെട്ട് പത്രം കൊടുത്തിട്ട് ആകെ ഒരേ ഒരാളാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഈ പത്രം വേണ്ടാന്ന്. അത് ആ ചേട്ടന് വായിക്കാൻ അറിയില്ല, പത്രം വായിക്കാൻ അറിയില്ല, അക്ഷരം അറിയില്ല. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരാൾ പോലും ഈ പത്രം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ആർത്തിയോടുകൂടി വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഡയറ്റീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾക്ക് കാണാൻ നിയോഗിച്ചിരിക്കുന്ന പേഷ്യൻസിനെ കൂടാതെ നമ്മുടെ വാർഡുകളിൽ അഡ്മിറ്റായ പേഷ്യൻസിനെ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാവിനും ഞാൻ നന്ദി പറയുന്നു. തൻ്റെ തിരുമുൻപിൽ നിഷ്കളങ്കരായി ജീവിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ഭൂമിയിലുടനീളം വ്യാപരിക്കുന്നു. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനമാണ്. ബഹുമാനപ്പെട്ട മീര സിസ്റ്ററിൻ്റെ രോഗസൗഖ്യം, ആ രോഗസൗഖ്യം എങ്ങനെ സിസ്റ്ററിന് ഈശോ നൽകി, എങ്ങനെയാണ് സിസ്റ്ററിൻ്റെ ആധ്യാത്മിക ജീവിതം, ആ ജീവിതത്തെ ഇപ്പോൾ 24 മണിക്കൂറും ഉടമ്പടിയുടെ ഒരു ജീവിതമാക്കി മാറ്റുന്ന രീതിയിൽ സിസ്റ്ററിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഈശോ എടുത്തുയർത്തിയത്, ആ ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ആനുലർ ടയർ എന്ന് പറയുന്ന അസുഖം, അതായത് ഡിസ്കിൻ്റെ കവറ് അത് കീറിപ്പോവുക. അപ്പോഴെങ്ങനെയുള്ള അസുഖം വന്നപ്പോൾ സിസ്റ്ററിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് കൈ അനക്കാൻ പോലും, തൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒന്നും പറ്റാത്ത അവസ്ഥ, കിടന്ന കിടപ്പിൽ കിടക്കേണ്ടുന്ന അവസ്ഥ. 8 ഇഞ്ചക്ഷനാണ് അറ്റ് എ ടൈമിന് സിസ്റ്ററിന് എടുത്തത്. അതുമൂലമെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടും. അതായത് അത് സ്റ്റീറോയിഡ് ആയിരുന്നു, എന്നാൽ വീണ്ടും വേദനകൾ കൂടി വരുന്നു. പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ഒരു ഭവനമാണ് തൻ്റേതെന്ന് പോലും സിസ്റ്ററിന് അറിയില്ലായിരുന്നു. തൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഉടമ്പടി എടുത്തവരാണെന്ന്. ഓരോരുത്തരും വന്ന് സിസ്റ്ററിനെ ശുശ്രൂഷിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടിയുടെ ജീവിതമാണ്, ഉടമ്പടിയുടെ കാര്യങ്ങളാണ്. താൻ നിത്യവ്രതം സ്വീകരിച്ച വ്രത നവീകരണ ദിവസം തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു കാശുരൂപവും സിസ്റ്ററിന് കിട്ടുവാനിടയാകുന്നു. അങ്ങനെ തനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മ സൗഖ്യം തന്നു എന്നും, താനിന്ന് എങ്ങനെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു സിസ്റ്ററാണ്, എല്ലാറ്റിലും ഉപരി സിസ്റ്ററാണ്, പിന്നീട് ഡയറ്റീഷ്യനായിട്ട് സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ശുശ്രൂഷയിൽ സിസ്റ്ററിനെ എങ്ങനെ വീണ്ടും പൂർവാധികം സ്നേഹത്തോടെ തീഷ്ണതയോടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടെ തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുക, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ഭൂമിയിലുടനീളം പായുന്നു. കർത്താവ് നോക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളല്ല, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. നാം എന്താണ് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ നമ്മെയും ഈശോ അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിനെ കൂടുതലായി തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് കവിത സജീവൻ. ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ 2019 ഞാനിവിടെ വന്നായിരുന്നു. കൃപാസനം എന്താണെന്ന് അറിഞ്ഞത് യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അപ്പം ഞാനിവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വിസയുടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഉടമ്പടി എടുക്കണം, ഇങ്ങനെ ഇച്ചിരി ഇതെല്ലാം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാം അമ്മയ്ക്ക് അറിയണമെന്നല്ലേ ഇവിടുന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് പോവുകയാണെന്ന് പറഞ്ഞു. പോയി 4-ാമത്തെ ദിവസം തന്നെ റിജക്റ്റായ വിസയാണ് എൻ്റെ ഭർത്താവിൻ്റെത്. ഖത്തറിലേക്കാണ്. ഞങ്ങൾ ആദ്യം കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിർത്തിയിട്ട് വന്നതാണ്. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് 2-ാമത് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് വിളി വന്നു, വിസയൊക്കെ റെഡി ആയിട്ടുണ്ട്, സജീവൻ ഏത് സമയം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് പോയിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ.
അപ്പോഴേക്ക് മോനൊരു ചെറിയൊരു അസുഖം ലുക്കീമിയ ബാധിച്ചു. അത് കാരണം ഹസ്ബൻഡ് തിരിച്ചു വരേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞത് 20% ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. MCCയിലാണ് കാണിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു എവിടെയാക്കിയാൽ നിങ്ങൾക്ക് ആരോടൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ മോനെ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കണ്ട, കൃപാസനത്തിൽ പോവുക, അമ്മയെ കാണുക, അവിടെ അച്ഛനെ ഒന്ന് കാണുക. അപ്പം ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ അത് ഇഷ്യൂ ആവുമോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞ ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് എൻ്റെ ദൈവം, എന്നെ വഴി നടത്തിയ ദൈവം എൻ്റെ ഈശോയാണ്, എൻ്റെ അമ്മയാണ്. നിങ്ങൾ പോവണം. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരോടും. അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം ഞങ്ങൾ എന്തു പറയുന്നുവോ മക്കളെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതെനിക്ക് പറ്റാറില്ല. അങ്ങനെ ഞാൻ പറയും അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്, അച്ഛന് മാത്രമേ അത് കഴിയുള്ളൂ, ഞങ്ങൾക്കൊന്നും കഴിയില്ല. ഞാൻ പ്രതികരിച്ചു പോവും, അതാണ് എൻ്റെ സ്വഭാവം. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ ചോദിച്ചു മകനെ കൊണ്ടുവന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല, മോൻ ഹോസ്പിറ്റലാണുള്ളത്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എല്ലാം അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഫോട്ടോ ഇങ്ങോട്ടേക്ക് അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം, നീ സങ്കടപ്പെടരുത്, നീ പോയിട്ട് വാ, സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഉടമ്പടി തൈലും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പുറത്തുള്ള ഒരു സാധനം കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഉടമ്പടി തൈലം, തേന്, ഉപ്പിട്ടാണ് കുട്ടി കുളിക്കാറ്. ഇതെല്ലാം ഞാൻ അവന് കൊടുത്തു. അത് ഡോക്ടർ വരുമ്പോഴേക്കും അവൻ കുളിച്ച് ഫ്രഷായി അവിടെ ഇരിക്കും. അപ്പം ഡോക്ടർ ചോദിക്കും എന്താ പറ്റിയേ? ഒന്നുമില്ല, നല്ല ഹാപ്പിയാണല്ലോ. ഹാപ്പിയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോനെ എൻ്റെ ദൈവം, എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇപ്പം ഡോക്ടർ പറയുന്നത് എന്താണ് അഭിജിത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യമല്ല എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഞാൻ അന്ന് ഡോക്ടറോട് ചോദിച്ചായിരുന്നു, ഡോക്ടറെ എൻ്റെ മോനെ ജീവൻ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടിയേ പറ്റും, മജ്ജ മാറ്റി വെക്കണോ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എൻ്റെ വീട് വെക്കാൻ ഞാൻ തയ്യാറാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ആലോചിക്കുക. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങളോട്, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് മെറിക്കലായിട്ട് സംഭവിച്ചത് എനിക്ക് പോലും അറിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മാതാവിനോട്, എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോനെ എനിക്ക് എൻ്റെ ഈശോ, എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇനി ഒന്നും പേടിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, 1 കൊല്ലം 6 മാസവും കഴിഞ്ഞു. 6ാമത്തെ മാസമാണിത്. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ ഇച്ചിരി വൈകി, അതിനിടയിൽ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നായിരുന്നു. എനിക്കിവിടെ വന്ന് പറയണമെന്ന് വെച്ചാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് കൃപാസനത്തിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ എന്തും ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഞാൻ അത് തിരുത്തിപ്പോയി. അതിന് എനിക്ക് ഒരുപാട് ശിക്ഷ ദൈവം എൻ്റെ മാതാവ് തന്നു എന്നും എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സാക്ഷിയിൽ അത് വളരെ വേദന തോന്നി. കാരണം അമ്മയുടെ പടം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആ പടം ഞങ്ങളൊരു സമുദായത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അവിടെ വെച്ച് ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാറില്ല. ഞാൻ സെപ്പറേറ്റായിട്ട് റൂമിൽ വെച്ചാണ് അമ്മയെ പ്രാർത്ഥിക്കാറ്. ആ റൂമിൽ നിന്ന് അമ്മയുടെ പടം കത്തിപ്പോയി. അതെങ്ങനെ കത്തിയെന്ന് ചോദിച്ചാൽ കറണ്ട് സ്പാർക്കായതാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. 2 ദിവസമായിട്ട് നഷ്ടപ്പെട്ടിട്ട്. പക്ഷേ അന്ന് തൊട്ട് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം, നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മൾ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താണെന്ന് അവിടെ നടത്തിയത്, അതല്ലായിരുന്നു വേണ്ടുന്നത്. എൻ്റെ അമ്മയാണ് ഞാൻ പോയി കാണേണ്ടത്, അത് ഞാൻ ചെയ്തില്ലല്ലോ. അതിന് ഞാൻ മാപ്പ് പറയണം എനിക്ക് അവൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. എല്ലാത്തിനും ആദ്യം ഞാൻ അമ്മയോട് മാപ്പ് പറയുന്നു വരാൻ താമസിച്ചതിൽ, പക്ഷേ എൻ്റെ മോനെ തന്നതിലും. പിന്നെ എൻ്റെ മോൻ അവിടുത്തെ 1 വർഷം പോയത് കൊണ്ട് കോളേജിൽ പഠിക്കുകയാണ്, KMCT പഠിക്കുകയാണ്, ബയോമെഡിക്കലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 1 വർഷം പോയതുകൊണ്ട് കോളേജിൽ നിന്ന് സാറ് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം അങ്ങ് പോയില്ലേ, ഇനി ആദ്യം പുതിയ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടാണല്ലോ, ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാനും അവൻ്റെ കൂടെ പോകണം കോഴിക്കോട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഇവൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, നീ അവൻ്റെ കൂടെ പോയിക്കോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പോകാൻ തയ്യാറാണ്. വേറൊരു കോളേജിലേക്ക് ഇവൻ അഡ്മിഷൻ കിട്ടി. അത് മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടിയത്. പക്ഷെ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ
വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും ഇത്ര വരെ എൻ്റെ അമ്മ എനിക്ക് തന്നില്ലേ, ഇനി അങ്ങോട്ട് തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. സങ്കടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ മോനെ അസുഖമാണെങ്കിലും ഞാൻ കരയുന്നൊന്നുമില്ല, സങ്കടപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ദൈവം തന്നതിന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവത്തിനൊരു ഹിതമുണ്ട് ഞങ്ങളെക്കൊണ്ട്, അത് മാത്രം നടന്നാൽ മാത്രം മതി. ആ ഒറ്റ ചിന്താഗതി ഇന്നും ഞാൻ നിൽക്കുന്നത് ഇവിടെ. അപ്പം ഇവരും എന്നോട് എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ എനിക്കിനി അവിടെ കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടി 45,000 രൂപ അവിടെ കൊണ്ടുപോയി അടച്ചു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ കല്ലേശ്ശേരി കോളേജ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ മോനെ സ്പോട്ടിൽ കിട്ടുമോ? അമ്മ അതൊന്നും എനിക്ക് കിട്ടാൻ വഴിയില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു നോക്ക്, കൊടുത്ത അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും മോനെ, നീ സങ്കടപ്പെടരുത്. അപ്പോൾ അവൻ അങ്ങ് പോയി. അവിടെ പോയപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞ 20 പേർക്ക് ഉള്ള സീറ്റ് അല്ല, 2 പേർക്കുള്ള സീറ്റാണ്. 20 കുട്ടികൾ അവിടെയുണ്ട്. ഇന്ന് അച്ഛൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് അത് എന്നെക്കൊണ്ടാ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അപ്പോൾ ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇവിടെ 2 സീറ്റേ ഉള്ളൂ, 20 കുട്ടികളും ഉണ്ട്. ഞാൻ പറഞ്ഞു, അമ്മ നിനക്കൊരു സീറ്റ് അവിടെ വാങ്ങി തന്നു. അത് പറഞ്ഞതും ഇവനെ സാറ് വിളിച്ച് കൊണ്ടുപോയതും അവൻ ആ സീറ്റ് ഉറപ്പിച്ചു. 1 രൂപ പോലും കൊടുക്കാതെ, 1 രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ കോഴിക്കോട് 45,000 രൂപ അടച്ചു. ആ പൈസ ഒരു 5 പൈസ പോലും കട്ട് ചെയ്യാതെ അവർ ഞങ്ങൾക്ക് തരുകയും ചെയ്തു. അപ്പോൾ അതില്ലാത്ത ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ ഒരു പ്രതിസന്ധിയിൽ എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെയാണല്ലോ എന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ബ്രസ്റ്റിനൊരു മുഴയുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ അത് ക്യാൻസറാകാൻ വഴിയുണ്ട് കേട്ടോ കവിത. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ വഴിയുണ്ടോ ഡോക്ടറെ? ഒരുപാട് സാധനങ്ങൾ ഞാൻ സഹിച്ചു, ഇനിയും ഉണ്ടോ? അപ്പം ഡോക്ടർ പറഞ്ഞേ നീ പേടിക്കണ്ട, എന്നാലും ബയോപ്സി നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി നോക്കാം. ഞാൻ പറഞ്ഞേ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് എന്നെക്കുറിച്ച് പേടിയില്ല, എൻ്റെ മക്കളെക്കുറിച്ചൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേ നീ പേടിക്കൊന്നും വേണ്ടടി. ഞാൻ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, ബയോപ്സിനായിട്ടു. അതിൻ്റെ റിസൾട്ടും വന്നു, എല്ലാം നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. അതുപോലെ തൈലവും ഉപ്പും അതൊരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിയല്ല. കാരണം തൈലം തീരാനാകുമ്പോൾ ഞാൻ എന്തായാലും ഒലീവ് ഓയിൽ ഇച്ചിരിയും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് തൈലം കൂട്ടി വെക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആ ഉപ്പും തൈലം ഒഴിഞ്ഞു പോകരുതെന്നുള്ള ധാരണയിൽ അതെപ്പം കൂടെയുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ മോനാണ്. എൻ്റെ മോൻ എനിക്ക് തന്ന ദൈവത്തോടും എൻ്റെ അമ്മയോടും ഇതെൻ്റെ ഭർത്താവാണ്. ഇവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ ഇനിയും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. കവിത, കൃപാസനത്തിൽ വന്ന ശേഷം എത്രാമത്തെ ദിവസമാണ് മകൻ സുഖപ്പെട്ടത്? ഒരാഴ്ചയായിട്ടില്ല. അപ്പോഴേക്കും റിസൾട്ട് വന്നായിരുന്നു. റിസൾട്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, പിന്നെ എന്താണെന്നറിയില്ല, അന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് റിസൾട്ട് ഞങ്ങളെ കൈവശം തരുന്നില്ല. അപ്പോൾ ഇവർ പിന്നെയും പോയി ചോദിച്ചു എന്താ എൻ്റെ മോന് സംഭവിച്ചത്. കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെയും ഇവർ 3 തവണ പോയി ചോദിച്ചു. അപ്പം പറഞ്ഞു നിങ്ങളെ മോൻ്റെ റിസൾട്ട് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചതെന്ന്. അപ്പോൾ ഇവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നാൽ ഇല്ല. അപ്പം എൻ്റെ അത്ര പോലും ധൈര്യം ഇവർക്കില്ല, ഇതില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ടായോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് അഭിജിത്തിൻ്റെ റിസൾട്ട് തന്നെ. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു, ആ ഡോക്ടറും വിളിച്ച് അവിടെ നിന്നൊക്കെ വിളിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. മോൻ്റെ കൊടുത്തപ്പോൾ മോന് സന്തോഷമാണ്? സന്തോഷം. സന്തോഷം. മുന്നോട്ട് നോക്കി പറ. സന്തോഷം. കർത്താവ് സുഖപ്പെടുത്തി. നീ എന്താ വിശ്വസിക്കുന്നത്? എൻ്റെ കാണുക ഇവരും ചുറ്റും അമ്മയും ഉണ്ടായിനി, അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടു എന്ന് പറയാം. എൻ്റെ കാണത്തക്ക എൻ്റെ സൈഡിൽ എൻ്റെ അമ്മ, പ്രപഞ്ചത്തിൽ അമ്മ പറയുന്ന അമ്മ. ഞാനല്ലേ കീമോ കഴിഞ്ഞ് പുറത്തിറങ്ങി ക്ഷീണമായി കിടക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജനലിൻ്റെ അടുത്തൊക്കെ അമ്മയുണ്ടാവും. പക്ഷെ എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണ് തുറന്നാൽ നോക്കൂല, പേടിച്ച്. അപ്പം ഞാൻ പറയും മോനെ നീ എന്തിനാ പേടിക്കുന്നു, എനിക്ക് അമ്മേനെ കണ്ടൂടെ. അമ്മ എനിക്കത് പേടിയാവുന്നു അമ്മേനെ കാണുമ്പോൾ. പിന്നെ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജനലിൻ്റെ അടുത്ത് പിന്നെ ഒന്നുമില്ല. കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് കൂടിയാണ്. കവിതയുടെ ആഴമായ ദൈവത്തിലുള്ള വിശ്വാസം, തുറന്നുള്ള വിശ്വാസം, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൻ രക്ഷപ്പെടാടും എന്നുള്ളത്. 20% പോലും സ്കോപ്പില്ലാത്ത മകനെയാണ് പരിശുദ്ധ അമ്മ സൗഖ്യപ്പെടുത്തത്. എൻ്റെ മോൻ്റെ കൂടെ 10 പേരുണ്ടായിരുന്നു.
അതിൽ 3 പേര് മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. എല്ലാവരും ഇവൻ്റെ പ്രായക്കാർ. അപ്പോൾ ഞാൻ എപ്പോഴും പോയി ചോദിക്കും കുട്ടികളോടെല്ലാം, അവരുടെ അമ്മമാരോടൊക്കെ പോയി ചോദിക്കും, അവനെങ്ങനെയുണ്ട്, ഇവനെ കാരണം ഇത് അമ്മയുടെ ആദ്യമായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ സിസ്റ്റർമാർ പറയും, ചേച്ചി അങ്ങനെ അടുത്ത റൂമിൽ നിന്ന് പോവരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ എനിക്കെന്നാലും ഒരു ഭയങ്കര ഭയപ്പാട്. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തെ പറ്റിയെല്ലാം അവരോടൊക്കെ പറയും. പക്ഷേ എൻ്റെ തൈലം തീർന്ന സമയത്ത് അവിടെയുള്ള ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ചേച്ചി കൃപാസനത്തിൽ പോക്കുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ഒരു തവണ പോയായിരുന്നു. ഞാൻ പോകുന്നുണ്ട് ചേച്ചി നാളെ, തൈലം കഴിഞ്ഞു എൻ്റെ. എന്ന് ഞാൻ പറഞ്ഞു, എനക്കൊരു ഉപ്പും തേനും കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിച്ചു. തൈലത്തിന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, കാരണം ഇതിൽ ഉടമ്പടി എടുത്താൽ മാത്രമേ തൈലം കിട്ടത്തുള്ളൂ. അപ്പം അന്നേ അവർ പറഞ്ഞു, ആ തരാം ചേച്ചി, ഞാൻ പോയിട്ട് ലോക്കറ്റും ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് തരാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, ഇവിടെ ഉടമ്പടി എടുത്ത് എന്തോന്ന് എനിക്കറിയില്ല. 2 ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോകുന്നത്. എനിക്കൊരു കവർ തന്നു. ആ കവറിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഉടമ്പടി തൈലമാണ്. ഞാൻ ആഗ്രഹിച്ചത് തൈലത്തിനാണ്. ആ തൈലം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പം നിങ്ങൾക്ക് വേണ്ട ഈ തൈലം അത് ചേച്ചിക്കുള്ളതാണ്. അപ്പം ഞാൻ സമാധാനത്തിൽ നിന്ന്, മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കത് തൃപ്തിയായി. പ്രിയമുള്ളവരെ, കൃപാസനം മാതാവ് സഞ്ചാരി മാതാവാണ്. കവിത ഇവിടെ വന്ന് മകന് വേണ്ടി പ്രാർത്ഥിച്ചു. മകൻ്റെ ഫോട്ടോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കരത്തിൽ കൊടുത്തു. അച്ഛൻ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താ അച്ഛൻ പറഞ്ഞത് കവിത? സമാധാനത്തോടെ പോയിക്കോളൂ, സമാധാനത്തോടെ പോയിക്കോളൂ, എല്ലാ അമ്മയെ ഏറ്റിരിക്കുകയാണെന്ന്. എല്ലാ കാര്യങ്ങളും അമ്മയെ ഏൽപ്പിക്കുന്നു. ഞാൻ അന്നും ആ സന്തോഷത്തോടെയാണ് എൻ്റെ മോൻ്റെ അസുഖത്തെ ഞാൻ സ്വീകരിക്കുന്നത്. എല്ലാവരും ചോദിക്കും, സങ്കടപ്പെട്ട് എല്ലാവരും ദുഃഖം പിടിച്ചായിരിക്കുക, കാരണം അസുഖത്തിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറയും, ഇതെല്ലാം ഇപ്പം എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടും. ഒരു മകനെ വീട്ടിലെങ്ങനെയാണ് വന്നിരിക്കുക, അതുപോലെ എന്നെ നോക്കിയിട്ടിരിക്കുക. ഞാൻ പക്ഷേ അവരോടെല്ലാം കൂളായിട്ട് സംസാരിക്കും, പറയും അവക്കത്ര വിഷമമൊന്നും ഇല്ല കേട്ടാ, എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്, എൻ്റെ കൂടെ ആരാ ഉള്ളേ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കണേ, ഞാൻ ഒരു തരത്തിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എപ്പോൾ മോനോട് പറയും, മോനെ നീ പേടിക്കണ്ട, നിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ശക്തിക്കും നിന്നെ തകർത്താൻ പറ്റൂല, നിന്നെ ഉയർത്തിയ ദൈവം നിന്നെ ഇനി ഇതിലും മുകളിൽ ഉയർത്തും എന്ന് മാത്രമേ ഞാൻ അവനോട് പറയുള്ളൂ. ഇപ്പം നല്ല സ്മാർട്ടാണ്. നന്നായിട്ട് കൈയടിച്ചെന്ന് പറയുക. പക്ഷെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കരഞ്ഞത് മുഴുവനും എൻ്റെ അമ്മയാണ്, പക്ഷേ അമ്മയുടെ പുറകിൽ മാതാവുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴെല്ലാം അമ്മയെ കാണുന്നു, കണ്ണ് തുറക്കുമ്പോഴാണ് എനിക്ക് പേടിയായിട്ടാണ് തുറക്കാതിരുന്നത്. പക്ഷേ സഞ്ചാരി മാതാവ് ഇവന് ചുറ്റും കവചം തീർത്ത്, രക്ഷയുടെ കവചം തീർത്ത് കൂടെയുണ്ടായിരുന്നു. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കനായിലെ കല്യാണ വിരുന്നാണ്. അതായത് വീഞ്ഞ് തികയാതെ വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ എവിടെ കുറവുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ എവിടെ പോരായ്മയുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ എവിടെയാണ് നിനക്ക് വിഷമമുണ്ടോ, അവിടെ പരിശുദ്ധ അമ്മ ഇടപെടും. എനിക്ക് പൈസക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തോരം കാശ് വേണമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ വരുന്ന പണത്തിന് അതെനിക്കറിയില്ല. ഞാൻ അമ്മയോട് പറയാം, അമ്മ എനക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെ അയക്കുന്ന പൈസ, എൻ്റെ ഫാമിലിയിൽ തരുന്ന പൈസയൊക്കെ ഒരു കാര്യത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ആഹാരം പോലും ഡോക്ടർ പറയുന്നില്ല, വേവിച്ച സ്വന്തമായിട്ട് വീട്ടിൽ വേവിച്ച ആഹാരം മാത്രമേ കൊച്ചിന് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കവിത എന്ന് പറയും. അപ്പം ഞാൻ പറയാം, ഇവനാണെങ്കിൽ അത് കഴിക്കത്തുമില്ല, ഇവ ഈ കീമോ കഴിഞ്ഞ് ഒരു ആഹാരം കഴിക്കത്തില്ല. അപ്പോൾ ഇവൻ ഇഷ്ടമുള്ള ആഹാരം ഫാസ്റ്റ് ഫുഡ്, മറ്റുള്ള ഫുഡല്ലാണ് ഇവന് ഇഷ്ടമുള്ള ആഹാരം. അപ്പം ഞാൻ തുറന്ന് പറയുന്നത് കൊണ്ട് ഇവനൊരു വിഷമം. അപ്പം ഞാൻ പറയും, ഇവൻ കഴിക്കാതെ ഇരുന്നാൽ ഇവൻ്റെ അച്ഛന് വിഷമാവും. അപ്പം അച്ഛൻ പറയും, അയ്യോ അവൻ കഴിച്ചിട്ടില്ല, അവൻ എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് എവിടെ വേണമെങ്കിലും ഞാൻ എത്തിച്ചു കൊടുക്കാമെന്ന്. അവൻ ഫാസ്റ്റ് ഫുഡായാലും ഞാനത് വാങ്ങിച്ച് ഇവന് കൊണ്ടു കൊടുക്കും. പക്ഷേ അതിന് മുന്നേ ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, അമ്മയുടെ തേൻ. പിന്നെ അതിൽ അപ്പുറം വേറെ ഒന്നുമില്ല, എന്ത് വിഷം ഉണ്ടെങ്കിലും ആ തേനിലൂടെ മാറും എന്ന് ഞാൻ പറയും. അപ്പോൾ ആ തേന് കൊടുക്കും. അപ്പോൾ എല്ലാവരും മറ്റുള്ള റൂമിലുള്ളവരെ, കൊച്ചിന് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ചേച്ചി? ഞാൻ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, അത് അവന് വിശക്കുന്ന അവൻ അതേ കഴിക്കുന്നുള്ളൂ, പിന്നെ എന്താ ചെയ്യണ്ടേ, അങ്ങനെ പോലും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോനെ എൻ്റെ മാതാവ് കാത്തു. സജീവൻ്റെ കൊടുത്തപ്പോൾ സജീവൻ സന്തോഷമാണ്. ആ, സജീവൻ എന്താ പറയാനുള്ളത്? ഈ മോനെ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. വന്നിട്ട് 2-ാം ദിവസം ഞാൻ ഇവിടെ എത്തി. ഇവിടെ അന്ന് എനിക്ക് ഈ പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ആട്ടിന് ഒരു ഇത് കഴിഞ്ഞതാണ്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പോൾ ഋതുരോഗികൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മറച്ചു വെച്ചിട്ട് ഞാൻ കളവ് പറഞ്ഞിട്ടാണ് അന്ന് അച്ഛനെ കണ്ടത്. മോൻ്റെ കാര്യം പറയാൻ വേണ്ടി
അങ്ങനെയാണ് ഞാൻ അച്ഛനോട് സംസാരിച്ചതും അച്ഛനെ ഫോട്ടോ കാണിച്ചതും അച്ഛൻ എന്നോട് പറഞ്ഞത് നീ പോട്, അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് 1.5 വർഷത്തോളമായി മോനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നലെ ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാണ്. അപ്പം ഇനി അങ്ങോട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ തന്ന ജീവനാണ് അവൻ്റെത്. അപ്പോൾ ഇത്രയും തന്നതിന് അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് പറയട്ടെ. ഈ കുടുംബത്തിന് സന്തോഷത്തിന് ദിവസമാണത്, ആനന്ദമാണത്. പരിശുദ്ധ നേരിട്ട് ഇവരെ സ്പർശിച്ച് കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയ ദിവസമാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകയില്ല. നിൻ്റെ സങ്കടങ്ങളും വേദനകളും രോദനങ്ങളും വിഷമതകളും കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന് കാതുകൾക്ക് മന്ദ ഭാവിച്ചിട്ടില്ല. അതേ ദൈവം സൗഖ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാക്ഷ്യം ഇപ്പോൾ കേൾക്കുന്നവർ ജീവിത ദുരിതങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, വേദനകൾ എല്ലാം ഈ സാക്ഷ്യത്തോടൊപ്പം ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ.